കാസർകോട്ടെ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള രാജേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. രാജേഷ്, അവിടെ ഇന്ന് ഡിവൈഎഫ്ഐയുടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ഗുരുതര പിഴവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. തുടർച്ചയായിട്ട് ഈ സർക്കാർ വന്ന ശേഷം ആഴ്ചതോറും എന്ന കണക്ക് തന്നെ നമുക്ക് പറയാനായി സാധിക്കും. അത് കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ തിരുവനന്തപുരത്ത് തന്നെ നെയ്യാറ്റിൻകരയിൽ ഹൃദയാഘാതം മൂലം ആശുപത്രിയിലേക്ക് എത്തിയ ഒരു രോഗി ക്യൂ നിന്നതിനെ തുടർന്ന് അവിടെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു നിലയുണ്ടായി. അതിന് തൊട്ട് പിന്നാലെയാണ് ഇതേപ്പോൾ കാസർകോട്ടെ 9 വയസ്സുകാരൻ്റെ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ ഇതുവരെ DMO പോലും തയ്യാറായിട്ടില്ല. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഒരു പ്രതികരണം ഇതുവരെ ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള വിഷയമല്ലേ? തീർച്ചയായും കാസർഗോഡ് മുഹമ്മദ് നിയാസ് എന്ന പേരുള്ള 9 വയസ്സുകാരന്റെ അതിദാരുണമായ മരണം ഗുരുതരമായ പിഴവാണ് നമ്മുടെ ഹോസ്പിറ്റൽ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ആരോഗ്യമന്ത്രി 24 മണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിലും ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല. നമ്മളിന്ന് രാവിലെ ജനറൽ ആശുപത്രിയിലേക്ക് വലിയ മാർച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്നലെ ആ കുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ച ഘട്ടത്തിലും ആ കുട്ടി പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് ആശുപത്രിയിലേക്ക് പോയിരുന്നത്. ആ കുട്ടിയുടെ പൊക്കിളിൽ നിന്നും പൊക്കിൾക്കൊടിയിൽ നിന്നും കുറെ നാളായി ഒരു വെള്ളം ചാടി വരുന്ന ഒരു പ്രയാസമാണ് ആ കുഞ്ഞ് അനുഭവിച്ചിരുന്നത്. എന്നാൽ മറ്റു പ്രയാസങ്ങളൊന്നും സ്കൂളിൽ പോകുന്നതിനോ ഉന്മേഷത്തിനോ മറ്റു കുറവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലൊരു മൈനർ സർജറി നടത്തിയാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് എന്ന് ഡോക്ടർ തന്നെ നേരത്തെ അവരോട് നിർദ്ദേശിച്ചതും അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അഡ്മിഷൻ ഡേറ്റ് കൊടുത്ത് കുട്ടി അഡ്മിറ്റ് ആവുന്നത്. ഒന്നാമത്തെ കാര്യം, അവിടെ അഡ്മിറ്റ് ആകുന്ന ഘട്ടത്തിൽ തന്നെ അനസ്തേഷ്യയുടെ ഡോക്ടർ അവരോട് കൈക്കൂലി വാങ്ങി 2000 രൂപ കൈമടക്ക് വാങ്ങിയതിനു ശേഷമാണ് ഈ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം നീങ്ങുന്നത്. അപ്പൊ ഇത്തരം പിഴവുകൾ ഉണ്ടാകുന്നു, കൈക്കൂലി വാങ്ങുന്നു, കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്തെ തകർക്കുന്ന നിലയിലേക്ക് UDF സർക്കാർ അധികാരത്തിൽ വന്ന് 2 മാസത്തിനുള്ളിൽ ഇതിൽ ചില അജണ്ടകൾ നടപ്പാക്കുന്നു, ചില ഡീൽ നടപ്പാക്കുന്ന സംശയം ഉണ്ടാവുകയാണ്. ഈ സർക്കാരത്തിൽ വരുന്നത് തന്നെ കോർപ്പറേറ്റുകളുടെ വലിയ സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നുവെന്ന വലിയ ചർച്ചകൾ ആ ഘട്ടത്തിൽ വരുന്നതാണ്. ഇപ്പോ KKR-ഉം ബ്ലാക്ക്സ്റ്റോണും ഉൾപ്പെടെയുള്ള കുത്തക കോർപ്പറേറ്റ് കമ്പനികൾ, ആ കമ്പനികൾക്ക് കേരളത്തിൽ തഴച്ചു വളരണമെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വലിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്തെ തകർത്താനല്ലാതെ കഴിയില്ല. കാരണം ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ പൊതുജനാരോഗ്യ രംഗമുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് കേരളത്തിൽ തകർക്കാൻ ഇത് കഴിയില്ല. കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തെ ദുർബലപ്പെടുത്താതെ ഈ കോർപ്പറേറ്റ് കുത്തക കമ്പനികളുടെ കൈകളിലേക്ക് ഈ നാട്ടിലെ ആരോഗ്യരംഗത്ത് എത്തിക്കാൻ വേണ്ടി കഴിയില്ല എന്ന അജണ്ട കൂടിയാണ് ഇവിടെ UDF-ന്റെ സർക്കാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ രാജേഷ് വെള്ളാട്ട് നമ്മളോടൊപ്പം ചേർന്ന ഈ അവസരത്തിൽ പ്രതികരിച്ച